ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. എമ്പുരാൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും. എമ്പുരാൻ 8-ാം ദിവസം കടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ കളക്ഷൻ കുറഞ്ഞെങ്കിൽ പിന്നീട് കളക്ഷൻ വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ 7 ദിനത്തെക്കാളും കളക്ഷൻ ഇത്തിരി കുറവാണെങ്കിൽ പോലും പക്ഷേ ബാക്കിയുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷൻ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബാക്കിയൊക്കെ സ്ഥിരം വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇന്ന് 1823 ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്തപ്പോൾ 1,62,200 മുകളിൽ ആളുകൾ കാണുകയും 32% ഒക്യുപ്പൻസിയിൽ 2,60,00,000 രൂപയാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്. അതായത് സിനിമ 3 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 1 മണിക്കൂർ മുമ്പ് വരെ ചിന്തിച്ചത് സിനിമ ആ റേഞ്ചിലേക്ക് എത്തില്ല എന്നാണെങ്കിൽ ഇന്ന് 3 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് പറഞ്ഞത്. ഒരു രക്ഷയുമില്ലാത്ത കൊടൂര തൂക്ക് തന്നെയാണ് സിനിമ എത്തുന്നത്. ഇന്നലെ 5.5 കോടിക്ക് മുകളിലാണ് കളക്ഷനെങ്കിൽ ഇന്ന് 3 കോടിയാണ്. നല്ലൊരു ഇടികൊണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വരുന്ന വെള്ളി, ശനി, ഞായർ ഇതിൻ്റെ കണക്ക് തീർക്കുമെന്നുള്ളതിന് സംശയമില്ല. സിനിമ ഇതിനോടകം തന്നെ 70 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു. കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സിനിമ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും 20 കോടി മാത്രം മതി സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനായിട്ടുള്ള. അതിനിടയിൽ മഞ്ഞുമ്മലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ എന്നുള്ള ഒരു ഭാഗം ജനങ്ങളുടെ വിശ്വാസമുണ്ട്. അത് വെറും തള്ളായിരുന്നു എന്ന് ED റിപ്പോർട്ടുകൾ വന്നപ്പോൾ വന്നതാണ്. 140 കോടി മാത്രമാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് നിലവിൽ നമുക്ക് ഡാറ്റ വെച്ച് നോക്കുമ്പോൾ എടുത്തു പറയാനുള്ള സിനിമ എമ്പുരാൻ തന്നെയാണ്. 236 കോടിയോളമാണ് സിനിമയ്ക്ക് വന്നതായി പുറത്ത് വരുന്ന അപ്ഡേറ്റുകൾ. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയെ ഒരുപാട് പേർ ഇന്നും പറയുന്നുണ്ട് 240 കോടിക്ക് മുകളിൽ നേടിയ സിനിമയാണ്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന സിനിമയാണ് എന്നുള്ളത്. പക്ഷേ ED പിടിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയുടെ കളക്ഷൻ കൃത്യമായി 140ൻ്റെ താഴേക്ക് വന്നത് എന്നുള്ള വാർത്തകളിൽ തന്നെ വന്നതാണ്. പലരും അത് മറന്നിട്ടുണ്ടാകാം. മലയാളികളുടെ പ്രത്യേകതയും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും 200-500 എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതങ്ങ് കൊണ്ടാടും, പിന്നെ അവർ അതിന് താഴേക്ക് വരികയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ ആദ്യ 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 3-ാം ദിവസം, അല്ലെങ്കിൽ ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ 4 ദിവസത്തിനുള്ളിൽ തന്നെ മഞ്ഞുമ്മലിൻ്റെ കളക്ഷൻ പൊളിച്ചടുക്കിയതാണ് എന്നുള്ളതാണ്. ഇനിയും വിദേശ രാജ്യങ്ങളിൽ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് ഓൾറെഡി അടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. അതായത് കേരളത്തിന് പുറത്ത് വലിയ രീതിയിലുള്ള കളക്ഷനാണ്. 30 കോടിയാണ് വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 100 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് ഇൻഡസ്ട്രി ഹിറ്റ്. അവിടുത്തെ ഇൻഡസ്ട്രി ഹിറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. എത്ര രൂപയ്ക്കാണോ സിനിമ വിറ്റുപോയ അതിൻ്റെ നല്ല ഒരു ലാഭത്തോടു കൂടി വലിയ ഒരു വിജയത്തോടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റാണ് നമ്മൾ എല്ലാവരും നോക്കുന്നത്. അത് വലിയ താമസമില്ലാതെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.